ആശാ വർക്കേഴ്സിന്റെ നിരാഹാര സമരം, അതിനിടെ ആരോഗ്യമന്ത്രി ഡൽഹിയിലേക്ക് പോകുന്നു. അതെ, ഇന്നലെ 2 തവണ ചർച്ച നടന്നു, പക്ഷേ അതൊക്കെ പരാജയപ്പെട്ടു. അതുകൊണ്ട് അവർ നിരാഹാര സമരത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ നമ്മളുടെ പ്രതിനിധികൾ ഡൽഹിയിൽ നിന്നും ഒപ്പം തിരുവനന്തപുരത്ത് നിന്നും തത്സമയ വിവരങ്ങളുമായുണ്ട്. ആദ്യം നമുക്ക് സലീം മാലിലേക്ക് ഒന്ന് പോകാം. തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് മുന്നിലാണ് ഇപ്പോൾ സമരപന്തലിൽ നിന്നാണ് സലീം മാലിക് നമ്മോടൊപ്പം ചേരുന്നത്. സലീം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗൗരവമേറിയ വിഷയമായി ഇതിനോടകം മാറിയിട്ടുണ്ട്. ഇതിപ്പോൾ നിരാഹാര സമരം തുടങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ 3 ആശമാർ നിരാഹാരം ഇരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ ആ സമരം ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൽ സർക്കാരിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നു, അതിന്റെ സൂചനകൾ കാണുന്നു എന്നതും നമുക്ക് ആശമാർക്ക് ആശ നൽകുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ എന്താണ് ഈ സമരരീതി, എങ്ങനെയാണ്? ഒപ്പം തന്നെ മന്ത്രി വീണ ജോർജ് ഡൽഹിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞല്ലോ. ഗുഡ് മോർണിംഗ് SKN, പ്രജിൻ, അനുജ. ഈ സമരം അതിന് 39ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടലിന്റെ ശ്രമം നടക്കുന്നു എന്നുള്ള കാര്യം ശുഭകരമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടക്കം മുതൽ ഈ സമരത്തെ പരിഹസിക്കുകയോ ആക്ഷേപിക്കുകയോ എന്നൊരു നിലപാടായിരുന്നു സർക്കാർ സ്വീകരിച്ചതെങ്കിൽ അത് 39ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ ആ സമരത്തെ കുറച്ചുകൂടിയെങ്കിലും ഗൗരവത്തോടുകൂടി സർക്കാർ കാണുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കാരണം ഈ സമരം ആരംഭിച്ച് 4ാം ദിവസമായിരുന്നു ആദ്യം നാഷണൽ ഹെൽത്ത് മിഷൻ ഒരു ചർച്ചയ്ക്ക് സമരക്കാരെ വിളിച്ചത്. 5ാം ദിവസമായിരുന്നു ആരോഗ്യമന്ത്രി മറ്റൊരു ചർച്ചയ്ക്ക് വിളിച്ചത്. ഈ 2 ചർച്ചയിലും ഒരു തരത്തിലുമുള്ള ഏതെങ്കിലും തരത്തിലുള്ള പരിഹാര നിർദ്ദേശങ്ങളോ എന്തെങ്കിലും ഒന്ന് മുന്നോട്ട് വെച്ചിരുന്നില്ല. അതിനപ്പുറത്തേക്ക് സമരക്കാരെ പരിഹസിക്കുന്നൊരു നിലപാട് മാത്രമായിരുന്നു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അതിന് പിന്നാലെ ദിവസങ്ങൾ കഴിയുകയും സമരത്തിന് വലിയ ശ്രദ്ധ കിട്ടുകയും ഒക്കെ ചെയ്തിരുന്നു. മഹാസംഗമം നടത്തി, കുടുംബ സംഗമം നടത്തി, വനിതാ സംഗമം നടത്തി, നിയമസഭാ മാർച്ച് നടത്തി, സെക്രട്ടേറിയറ്റ് ഉപരോധം നടത്തി. അതിനിടയിൽ ഇവരുടെ മഴയത്തും വെയിലത്തും ഒക്കെ ഇവർ ഇരിക്കുന്ന സാഹചര്യമുണ്ടായി. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പല പ്രമുഖരും ഇവിടേക്ക് എത്തി. CPI ഉൾപ്പെടെയുള്ളവർ ആശമാരുടെ ഈ സമരത്തെ പരിഗണിക്കണമെന്ന് പറഞ്ഞെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങേയറ്റം നിഷേധാത്മകമായ ഒരു സമീപനമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന് കൂടി ശേഷം ഇന്നലെയോടുകൂടി വീണ്ടും ഈ ചർച്ചയ്ക്ക് സർക്കാർ തലത്തിൽ ഒരു അനക്കം വെച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതാണ്. നാഷണൽ ഹെൽത്ത് മിഷനും ഒപ്പം തന്നെ ആരോഗ്യമന്ത്രിയും ഇന്നലെ 2 സമയങ്ങളിലായി ഈ സമരക്കാരെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. പക്ഷേ ആദ്യ ദിവസങ്ങളിൽ പറഞ്ഞതിനപ്പുറത്തേക്കൊന്നും ഈ മുന്നോട്ട് പോകാനായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ആരോഗ്യമന്ത്രി ആ വിഷയവുമായി ബന്ധപ്പെട്ട ഡൽഹിയിലേക്ക് തിരിക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായും സമരക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ശുഭസൂചനയാണ്. അതിനിടയിൽ ഇന്ന് മുതൽ നിരാഹാര സമരം കൂടി ആരംഭിക്കുകയും ചെയ്യും. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി ഈ സമര നേതാവ് കൂടിയായ MA ബിന്ദു ഉൾപ്പെടെയുള്ള 3 പേർ ഈ നിരാഹാര സമരത്തിലേക്ക് കടക്കും എന്നാണ്. 11 മണിയോടുകൂടിയാണ് സമരം ആരംഭിക്കുന്നത്. ഇന്ന് രാവിലെ 6 മണിയോടുകൂടി തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിയിലേക്ക് തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടലുള്ള ശ്രമം അത് വൈകിയാണെങ്കിൽ ഇപ്പോൾ ഉണ്ടാകുന്നു എന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഡൽഹിയിലേക്ക് ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട ആരോഗ്യമന്ത്രി പോകുന്നു. കഴിഞ്ഞ ഇത്രയും ദിവസം അവഗണിച്ച് നിങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കുന്നു. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ നീക്കങ്ങളെ കാണുന്നത്? സർക്കാരിൻ്റെ പരിശ്രമങ്ങളെ ഞങ്ങൾ വിലമതിക്കുന്നു. പക്ഷേ 39 ദിവസമായി എന്നുള്ളത് കാര്യം ഗവൺമെൻറ് മറക്കരുത്. ഇവിടെ ഞങ്ങൾ കൂടെ ചേർന്നിട്ട് തന്നെയാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിരിക്കുന്നത്. ഞങ്ങളുടെയും കൂടെ നികുതിപ്പണം തന്നെയാണ് ഇവിടെ ഈ ഖജനാവിലുള്ളത്. അപ്പോൾ ആശാവർക്കർമാർക്ക് വേതന വർധനവ് ആവശ്യപ്പെടുമ്പോൾ അത് അന്യായമാണെന്നും സമരം നിർത്തി മതിയാക്കി പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഒരു പരിശ്രമം നടത്തുന്നത് നല്ലതാണ്. എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരാൻ പറ്റുന്നെങ്കിൽ കൊണ്ടുവരട്ടെ. പക്ഷേ അതിങ്ങനെ അനന്തകാലത്തേക്ക് ആവരുത്, പറ്റിക്കാനും ആവരുത്. അത് തന്നെയാണ്. അതായത് സർക്കാരിൻ്റെ പരിശ്രമങ്ങളെ ഇവർ വിലമതിക്കുന്നുണ്ട്. എന്തായാലും നിരാഹാര സമരത്തിൽ നിന്ന് ഇപ്പോൾ പിന്നോട്ടില്ല. നിരാഹാര സമരം ഇന്ന് രാവിലെ 11 മണിയോടുകൂടി തുടങ്ങുകയും ചെയ്യും. SKN. അതാണ് 11 മണിക്ക് നിരാഹാര സമരം തുടങ്ങാനിരിക്കുകയാണ്. 3 പേരാണ് SKN നിരാഹാര സമരത്തിൽ മാറി നിരാഹാര സമരത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്താണ് ആരോഗ്യമന്ത്രി ഇന്നിപ്പോൾ ഡൽഹിയിലേക്ക് പുറപ്പെട്ടത്. നിർണായകമായ കൂടിക്കാഴ്ചകൾ തന്നെയാണ് അവിടെ നടക്കാൻ പോകുന്നത്. വിനീത VG അതിന്റെ വിശദാംശങ്ങളുമായുണ്ട്. വിനീത, എപ്പോഴും സംസ്ഥാന സർക്കാരിന്റെ നിലപാട് കേന്ദ്രം നൽകേണ്ടത് നൽകുന്നില്ല, അത് നൽകിയാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരമാകൂ എന്നതാണ്. അപ്പോൾ ഇന്ന് നടക്കാനിരിക്കുന്ന കൂടിക്കാഴ്ചകൾ വളരെ നിർണായകമാണ്. ആരൊക്കെയായാണ് ആരോഗ്യമന്ത്രി കൂടിക്കാഴ്ചകൾ നടത്തുക, എപ്പോഴാണത്? വെരി ഗുഡ് മോർണിംഗ് SKN, അനുജ, പ്രജിൻ. അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ഈ ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് അവർക്ക് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തുവെന്ന് കേന്ദ്രം പറയുന്നുണ്ട്. പക്ഷേ അതേസമയം കേരളം അവരുടേതായിട്ടുള്ള നിലപാടുകളും പറയുന്നുണ്ട്. എന്താണെങ്കിലും ഇന്നലെ 2 ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ആശാവർക്കർമാരുമായിട്ടുള്ള ചർച്ചകളൊക്കെ തന്നെ ഇന്നലെ നടത്തിയ ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ മന്ത്രി വീണ ജോർജ് ഡൽഹിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കേരള ഹൗസിലാണ്. ഏതാണ്ട് 10 മണിയോട് കൂടി തന്നെ മന്ത്രി വീണ ജോർജ് കേരള ഹൗസിലേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക്
ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതിന് പിന്നാലെയായിരിക്കും കൂടിക്കാഴ്ച. എന്താണെങ്കിലും ഒരു 11 മണിയോടുകൂടി ആ കൂടിക്കാഴ്ച നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. JP നദ്ദയുമായി മന്ത്രി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം കേരളത്തിൽ നിന്നുള്ള MP-മാരും ആ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തേക്കും. പ്രധാനമായും ഇന്നലത്തെ ചർച്ചയിൽ ഉൾപ്പെടെ ഈ ആശാ വർക്കർമാർ അവർ ഉന്നയിച്ചിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾ, നിരവധി ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ ഈ കൂടിക്കാഴ്ചയിൽ മന്ത്രി JP നദ്ദയുടെ ശ്രദ്ധയിൽ പെടുത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം എത്രയും വേഗം ഈ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് എത്താൻ ഒരുപക്ഷെ ഈ ചർച്ചയിലൂടെ അത്തരത്തിലേക്കുള്ള ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. നിലവിൽ നേരത്തെ തന്നെ ഈ കേന്ദ്രം ഈ കാര്യത്തിൽ നൽകുന്ന ഒരു നിലപാട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ JP നദ്ദ സംസാരിച്ചത് ഈ ഇൻസെന്റീവ് ഇവർക്ക് വളരെ കൃത്യമായി തന്നെ ഈ മോദി സർക്കാരിന്റെ കാലത്ത് അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നും ഇനി അത് വർദ്ധിപ്പിക്കുന്ന കാര്യം സമയബന്ധിതമായി പരിഗണിക്കാമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സമയബന്ധിതമായി പരിഗണിക്കാമെന്ന് പറയുമ്പോഴും അത് എപ്പോഴത്തേക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ അദ്ദേഹം വ്യക്തത വരുത്തിയിട്ടില്ലെന്ന് കൂടി നമുക്ക് പറയേണ്ടി വരും. സമയബന്ധിതമായി ഈ കാര്യങ്ങൾ പരിഗണിക്കാമെന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ നിലവിൽ 2 പദ്ധതികളിൽ ഈ ആയുഷ്മാൻ ഭാരത് ഒപ്പം തന്നെ ജീവൻ ജ്യോതി പദ്ധതികളിൽ ഈ ആശമാരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ പദ്ധതികളുടെ ഒരു ഗുണം അത് ഈ ആശമാരുടെ കുടുംബാംഗങ്ങൾക്ക് കൂടി ലഭിക്കുന്ന തരത്തിലാണ് ആ പദ്ധതികൾ ക്രമീകരിച്ചിരിക്കുന്നതെന്നാണ് JP നദ്ദ പറഞ്ഞിട്ടുള്ളത്. നേരത്തെയും പറഞ്ഞിരിക്കുന്നത് ഈ ആശമാർ അവരുടെ പ്രവർത്തനങ്ങളെയൊക്കെ തന്നെ JP നദ്ദ ആശംസിക്കുകയും പ്രശംസിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഒപ്പം കേരളത്തിന് കൊടുക്കേണ്ടതൊക്കെ തന്നെ കൊടുത്തു കഴിഞ്ഞിരുന്നുവെന്നും ഇതിന്റെ ഈ കണക്കുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരളം നൽകട്ടെ എന്നുമൊക്കെയായിരുന്നു ആദ്യഘട്ടത്തിൽ JP നദ്ദയുടെ ഒരു മറുപടി വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് അത് വാസ്തവവിരുദ്ധമാണെന്നും അതിനെതിരെ അവകാശ ലംഘന നോട്ടീസ് നൽകുമെന്നും ഒക്കെ സന്തോഷ് കുമാർ MP ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വെച്ചിട്ടുമുണ്ട്. ഇങ്ങനെ വാദപ്രതിവാദങ്ങൾ ഇരുവശത്തും നടക്കുമ്പോൾ നേരത്തെ സലീം മാലിക് സൂചിപ്പിച്ചതുപോലെ 39ാം ദിവസത്തിലേക്ക് അവരുടെ സമരം അതിശക്തമായി തുടരുന്നു. അനുജ പറഞ്ഞതുപോലെ ഇന്ന് നിരാഹാര സമരത്തിലേക്ക് അടക്കം കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇതിനിടയിലാണ് ഇന്ന് ഈ ആരോഗ്യമന്ത്രിയുമായി വീണ ജോർജ് കൂടിക്കാഴ്ച നടത്തുന്നത്. എന്താണെങ്കിലും ആ കൂടിക്കാഴ്ചയിൽ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് കരുതാം. അനുജ, എന്തായാലും ആശമാരുടെ ഇത്രയും കാലത്തെ ആ ഒരു സമരം എന്തായാലും ഇതിനൊരു അവസാനം ഉണ്ടാകണം.